കേരളത്തിലെ, ഏഷ്യാ ഭൂഖണ്ഡത്തിലെ, ഇന്ത്യ മഹാരാജ്യത്തിലെ, കേരള സംസ്ഥാനത്തിലെ, തിരുവനന്തപുരം ജില്ലയിലെ ഈ പൂവച്ചൽ എന്ന് പറയുന്ന പ്രദേശത്തെ നിങ്ങളുടെ മഹത്വം എന്താണ്? ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്, ആദരവായ പ്രവാചകൻ ഒരു ദിവസം തന്റെ സഹാബത്തിനോട് ചോദിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനമുള്ള ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അയ്യുൽ ഖൽഖി അഅജബു ഇലൈക്കും ഈമാനാ. ഈ പറയുന്നത് നിങ്ങൾ സാഗൂതം ഒന്ന് കേൾക്കണേ, ചെകിട് കൊടുത്തൊന്ന് കേൾക്കണേ, നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോഴാ അതിനൊരു പവർ ഉണ്ടാവുക, അതിനൊരു മൂല്യം ഉണ്ടാവുക, അതിനൊരു ഓജസ് ഉണ്ടാവുക, അതിനൊരു തേജസ് ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അയ്യുൽ ഖൽഖി അഅജബു ഇലൈക്കും ഈമാനാ. നിങ്ങളിൽ ആർക്കാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പറയും, നിങ്ങളിൽ ആർക്കാണ് പറയാൻ കഴിയുക അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ഈമാൻ ആരുടേതാണ് മക്കളെ? ചോദിക്കുന്നത് പ്രവാചകരാ. ആരോടാ ചോദിക്കുന്ന? സ്വഹാബത്തിനോടാ. നിങ്ങളിൽ ആർക്കാണ് ധൈര്യമുള്ളത്? പറയൂ. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഈമാനുള്ളത് ആർക്കാണ്? അഅജബുൽ ഈമാൻ, അത്ഭുതകരമായ ഈമാൻ ആരുടേതാണ് സഹാബ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അവര് പറഞ്ഞതെന്തെന്നറിയോ? ഇത് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയുക? നിങ്ങൾ പലരുടെയും പേര് പറഞ്ഞേക്കാ. ചിലര് പറയും ബദരീങ്ങളാണെന്ന് പറഞ്ഞേക്കാ, ചിലര് പറയും അല്ല അതിനേക്കാൾ വലിയ മഹത്വമുള്ളവരുണ്ടെങ്കിൽ അവരാണെന്ന് പറഞ്ഞേക്കാ. പക്ഷെ സ്വഹാബാക്കളെ ഏക സ്വരത്തിൽ പറഞ്ഞതെന്തെന്നറിയോ? അൽ മലായിക, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അടിമകളായ മാലാഖമാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ അംലാക്കുകളുടെ ഈമാനാണ് ഏറ്റവും വലിയ ഈമാനെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിക്കുകയാണ്, വമാലഹും ലാ യുഅ്മിനൂന ബില്ലാഹ്. അവർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതിൽ എന്ത് അത്ഭുതമാണ് മക്കളെ ഉള്ളത്? കാരണം വഹും ഇൻദല്ലാഹ്, അവരെപ്പോഴും അല്ലാഹുവിന്റെ സമക്ഷത്തിലല്ലേ, അവർ അല്ലാഹുവിന്റെ അടുക്കലല്ലേ, എപ്പോഴും ഉള്ളത് അല്ലാഹുവിന്റെ അടുക്കലല്ലേ. അതുകൊണ്ട് അവരുടെ ഈമാനിൽ എന്ത് അത്ഭുതമാണുള്ളത്? അതിലൊരു അത്ഭുതവും ഞാൻ കാണുന്നില്ല. രണ്ടാമത് സ്വഹാബാക്കൾ പറയുകയാണ്, എന്നാൽ അൽ അംബിയാ, ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് വരെയുള്ള അംബിയാ മുർസലീങ്ങളാണ്. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ തിരുത്തുകയാ. അവരോട് പറയുന്ന വമാലഹും ലാ യുഅ്മിനൂൻ, അവരുടെ ഈമാനിൽ എന്ത് അത്ഭുതമാണുള്ളത്? കാരണം വൽ വഹ്യു യൻസിലു അലൈഹി, അവരിലേക്ക് അല്ലാഹുവിന്റെ വഹ്യ് ഇറങ്ങി വരുന്നുണ്ടല്ലോ. എങ്ങനെ ചിരിക്കണം, എവിടെ ചിരിക്കണം, എങ്ങനെ കരയണം, എപ്പോ കരയണം, എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം, ആരോട് മിണ്ടണം, ആരോട് പറയണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം എന്നല്ല, അവർക്ക് യൻസിലു അലൈഹിമുൽ വഹ്യോ, ഏഴാകാശങ്ങളുടെ മുകളിൽ നിന്ന്, സപ്തവാനങ്ങളുടെ മുകളിൽ നിന്ന് വഹ്യിന്റെ സന്ദേശം കടന്നു വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിൽ ഈമാനിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സഹാബ. വീണ്ടും അവർ പറയുകയാണ്, എന്നാൽ ഫനഹ്നു യാ റസൂലല്ലാഹ്, അവർക്ക് പിന്നെ ആകെ പരിചയമുള്ളത് അവരെ തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, എന്നാൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ഈമാനുള്ളവര്, ഞങ്ങളുടെ ഈമാനിനാണ് അത്ഭുതം. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അവരോട് ചോദിക്കുന്നു, വമാലക്കും ലാ തുഅ്മിനൂ, നിങ്ങൾക്ക് എങ്ങനെയാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുക? നിങ്ങളുടെ ഈമാനിൽ എന്ത് അത്ഭുതമാവുള്ളത്? വഅന ബൈന അൽഹുരിക്കും, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഇല്ലേ, ഞാൻ നിങ്ങളുടെ കൺമുമ്പിലല്ലേ ഉള്ളത്. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ ഇത്രത്തോളം നോക്കി സ്കാൻ ചെയ്ത, സ്കെച്ച് ചെയ്തെടുത്ത വേറൊരു സമുദായമുണ്ടോ? വേറൊരു നേതാവിനെ പറയാൻ പറ്റുമോ? എത്ര ദാടി രോമങ്ങളാണ് നരച്ചിരുന്നതെന്ന് പറയാൻ സഹാബത്തിന് കഴിയുന്നു. 14-നപ്പുറം 14 താഴോട്ട് രോമങ്ങൾ നരച്ചിട്ടില്ല, 21ന്റെ മുകളിലേക്ക് നരയെത്തിയിട്ടുമില്ല. 14 to 21 വരെയുള്ള രോമങ്ങളാണ് തലയിലും താടി രോമങ്ങളിലും മുഖ്ബറായ മുസ്തഫായ നബി തങ്ങളുടെ തലമുടിയും താടി രോമങ്ങളും നരച്ചിട്ടുള്ളത്. ഇത് ലോകത്തേത് അനുയായികൾക്ക് പറയാൻ കഴിയും, പറയാൻ പറ്റുമോ?
ലോകത്ത് ഏതെങ്കിലും അനുയായികൾക്ക് പറയാൻ പറ്റുമോ? ജൂതന്മാർക്ക് പറയാൻ പറ്റുമോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദാടിരോമങ്ങളുടെ മര ഇഞ്ചീൽ എന്ന ക്രിസ്ത്യാനികൾക്ക്, ഇഞ്ചീലിന്റെ വക്താക്കളായ ക്രിസ്ത്യൻസിന് പറയാൻ കഴിയുമോ? ശ്രീ യേശു ക്രിസ്തു എന്ന ഈസാ നബിയുടെ രോമങ്ങൾ എത്ര മരിച്ചിട്ടുണ്ട് എന്ന് അബ്രഹാമിന്റെ അനുയായികൾക്ക് പറയാൻ പറ്റുമോ? ദാവീദിന്റെ അനുയായികൾക്ക് പറയാൻ പറ്റുമോ? ഹിറ്റ്ലറിന്റെ, മുസോളിനിയുടെ, നമ്രൂദിന്റെ, ഫിർഔനിന്റെ, ഖാറൂന്റെ, ഹാമാന്റെ സകലമാന ധിക്കാരികളായ നേതാക്കന്മാരുടെ അനുയായികൾക്ക് പറയാൻ കഴിയോ അവരുടെ നേതാക്കന്മാരുടെ രോമങ്ങൾ എത്ര നരച്ചിട്ടുണ്ട് എന്ന്? ഇല്ല. എന്നാൽ മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, കൽബിന്റെ നേതാവ്, ലോകത്തിന്റെ നായകന്റെ ദാടി രോമങ്ങളും തലമുടിയിൽ 21-നപ്പുറത്ത് രോമങ്ങൾ നരച്ചിട്ടില്ല. 14-ൽ കൂടുതൽ രോമങ്ങൾ നരച്ചിട്ടുണ്ട്. അത് എണ്ണയിട്ട് തല ചീകി വെച്ചാൽ നരച്ച മുടി നരയ്ക്കാത്ത മുടിയുടെ മറയിൽ ഒളിച്ചിരിക്കുമെന്ന് വരെ അള്ളാന്റെ ഹബീബിനെ പറ്റി വ്യക്തമായി പറഞ്ഞ നെഞ്ചിലെ രോമങ്ങൾ വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ടൊരു നേരിയ വര വരയ്ക്കുന്നത് പോലെ എന്റെ റസൂലിന്റെ നെഞ്ചകത്തിലൂടെ ഒരു രോമത്തിന്റെ നീണ്ട വരയുണ്ടായിരുന്നു. പുരികം വില്ലൊത്ത പുരികമാണ്. പല്ലിമുട്ട നിരത്തി വെച്ചതുപോലുള്ള ദന്തനിരകളാണ്. കൈവിരലുകൾക്ക് നീളം കൂടുതലാണ്. മുകളിലത്തെ മുൻപല്ലിന്റെ ഇടയിൽ ചെറിയ വിടവുണ്ട്. റസൂലുള്ള നടന്നു വരുമ്പോ കുന്നിൻ പുറത്തു നിന്നൊരാൾ, മലമുകളിൽ നിന്നൊരാൾ താഴേക്ക് വീഴും പോലെയാണ് നടക്കുന്നത്. ഇത്ര വ്യക്തമായി പറയാ. അള്ളാന്റെ ഹബീബ് എങ്ങോട്ടാ തുപ്പിയിരുന്നത്? റസൂലുള്ള മലമൂത്ര വിസർജനം ചെയ്യുമ്പോ ഏത് ഭാഗത്താ ചരിഞ്ഞിരുന്നത്? ഏത് കാലുകൊണ്ടാ കയറിയിരുന്നത്? ഏത് കാലുകൊണ്ടാ ഇറങ്ങിയിരുന്നത്? അള്ളാഹുവിന്റെ റസൂല് ഏതൊക്കെ സമയങ്ങളിലാ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്നത്? തന്റെ പ്രാണപ്രേയസി സയ്യിദത്തുനാ സിദ്ദീഖ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്ന രംഗം എങ്ങനെയാണ്? അവര് തമ്മിൽ കുളിക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം സുവ്യക്തമായി, സുതാര്യമായി, വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അനുചരന്മാരായ സഹാബാക്കളിൽ നിന്ന് ഈ സമുദായം ഏറ്റെടുക്കുമ്പോ നമുക്കല്ലാതെ പറയാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? ഇല്ല. അതുകൊണ്ട് സഹാബാക്കൾക്ക് പരിചയമുള്ള അവരെ തന്നെ പറഞ്ഞു കൊടുത്തു, ഞങ്ങളാണ് ഈമാനിൽ അത്ഭുതമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കൈഫലാ തുഅ്മിനൂന, എങ്ങനെയാണ് വമാലക്കും ലാ തുഅ്മിനൂന, നിങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാൻ പറ്റുക? വാന ബൈന അൽഹുരിക്കും, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ഈമാനിൽ അത്ഭുതമില്ല. അവർ പറഞ്ഞു, നബിയെ പിന്നെ ഞങ്ങൾക്കറിയില്ല ആരുടെ ഈമാനാണ് അത്ഭുതകരമായ ഈമാൻ. അൽ അംലാക്കുകളുടേതല്ല, അംബിയാക്കളുടേതല്ല, സ്വഹാബത്തിൻ്റെതല്ല, പിന്നെ ആരുടെ ഈമാനാണ് അത്ഭുതമെന്ന് ചോദിക്കുമ്പോ 14 മുമ്പ് ഷഫീഉൽ വറാ നബിയുൽ സഖലൈൻ ഇമാമുൽ മുത്തഖീൻ മുത്തഖീന താഹാ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഇന്ന അജബൽ ഖൽഖി ഇലയ്യ ഈമാനൻ ലഖൗമുൻ യകൂനൂന മിൻ ബഅദി, ഏറ്റവും വലിയ അത്ഭുതകരമായ ഈമാനുള്ളതാരെന്നറിയോ? അവരിതുവരെ വന്നിട്ടില്ല, അവരിനി വരാനിരിക്കുന്നതേ ഉള്ളൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ നായകന്റെ പ്രഖ്യാപനമാ. അതാരെ പറ്റിയാ? എന്നെ പറ്റിയാണ്. ഈ ഇരിക്കുന്ന അഭിവന്ദരായ പണ്ഡിതന്മാരെ പറ്റിയാ, എന്നെ കേൾക്കുന്ന നിങ്ങളെ പറ്റിയാ, ഇത് പിന്നീടായാലെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പറ്റിയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവരാരാണല്ല ഖൗമുൻ, അവർ നിശ്ചയം, ലാ എന്ന് പറഞ്ഞാൽ തഅക്കീദിന്റെ ലായ, ലഖൗമുൻ അവർ നിശ്ചയം, അവർ ഒരു സമൂഹമാണ്, ഒരു സൊസൈറ്റിയാണ്. യകൂനൂന മിൻ ബഅദി, അവർ എനിക്ക് ശേഷമേ വരികയുള്ളൂ. യജ്ദൂന സുഹഫൻ ഫീഹാ കിതാബ്, അവർക്കൊരു വേദഗ്രന്ഥം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. യുമിനൂന ബിമാ ഫീഹാ, അതിനകത്തുള്ളതെല്ലാം വിശ്വസിക്കുന്ന ജനതയാ, അതിനകത്തുള്ളതെല്ലാം വിശ്വസിക്കുന്ന ജനതയാ. എക്സ് മുസ്ലിമിന്റെ കാര്യമല്ല, നിരീശ്വരവാദികളുടെ കാര്യമല്ല, ഒരിക്കലും അങ്ങനെയുള്ള ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന കുബുദ്ധികളുടെ കാര്യമല്ല. ഇത് വിശ്വാസം ഹൃദയാന്തരാളങ്ങളിൽ സൂക്ഷിക്കുന്ന മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എനിക്ക് ശേഷം വരുന്ന സമൂഹം അവര് എന്നെ കൊണ്ട് വിശ്വസിക്കുന്നത് എന്നെ കാണാതെയാ. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടാ. ഞങ്ങൾക്ക് വഹി വരുന്നുണ്ട്, അവർക്ക് വഹി വരുന്നില്ല. ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ രൂഢമൂലമായ രംഗമേതെന്നറിയോ? ഖുർആൻ പറഞ്ഞു, അലിഫ് ലാം മീം, അലിഫ് ലാം മീം.
പേന പേപ്പറിന്റെ മുകളിൽ വെച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് അല്ലാഹു അഅലം ഞങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളല്ലാതെ മറ്റൊരാളെ കാണാൻ കഴിയില്ല. ഞങ്ങൾക്കറിയില്ല. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥം ലാ റൈബ ഫീഹ്, ഒരു സംശയവുമില്ല അല്ലാഹുവിൽ നിന്നുള്ളത് തന്നെയാ. എന്തിനാണ്? ഹുദല്ലിൽ മുത്തഖീൻ, ഇത് അല്ലാഹുവിനോട് ഭക്തി കാണിക്കുന്നവർക്ക് സന്മാർഗ ദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. ആരാണവര്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാ. ആദ്യം ഈമാനെ പരിചയപ്പെടുത്തുന്നത് കൺമുമ്പിലുള്ള ദൈവത്തെ വിശ്വസിക്കുന്നവരെന്നല്ല. അള്ളാഹു പറഞ്ഞത് യുഅ്മിനൂന ബിൽ ഗൈബ്, ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവർ. നിങ്ങളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ? ആരാ അള്ളാഹയെ കണ്ടിട്ടുള്ളവര്? ഒരാളുമില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവനെ പരിപാടി തീരുന്ന മുമ്പ് വിളമ്പാറാക്കി കൊണ്ടുപോകണം. നിങ്ങളിൽ ആരാ അഷ്റഫുൽ ഖൽക്കിനെ കണ്ടിട്ടുള്ളവര്? ഒരുത്തരുമില്ല. ആരും കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ കാണുന്നവരുണ്ട്. ആ ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഇന്നിപ്പോ തള്ളിന്റെ കാലമാണല്ലോ, തള്ളി മറിക്കുക. ഞാൻ നബിതങ്ങളെ 9 തവണ കണ്ടു, 50 തവണ കണ്ടു, 80 തവണ കണ്ടു എന്നൊക്കെ ഇങ്ങനെ കൊണ്ട് തള്ളി മറിക്കുകയാണ്. എടാ, നബിതങ്ങളാണ് സ്വപ്നത്തിൽ വന്നതെന്ന് പറയണമെങ്കിൽ നബിതങ്ങളുടെ രൂപലാവണ്യവും ആകാര സൗട്ടവും അവരുടെ ആ മനോഹരമായ മുഖത്തിന്റെ പ്രത്യേകതകൾ നീ പഠിക്കണ്ടേ? അതിന് നിനക്ക് വിവരം വേണ്ടേ? വിവരം പറഞ്ഞുതരാൻ വേണ്ടി വിളിക്കുമ്പോ വീട്ടിനൊക്കെ തടച്ചു മൂടിയിരുന്നവൻ ഞാൻ എന്റെ റസൂലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് റസൂലിനെ കണ്ടു എന്ന് നിനക്ക് മനസ്സിലാവുക? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല. ആരാ മരണം കണ്ടത്? ആരാ മരണം കണ്ടത്? മരിച്ച ആളുകളെ കണ്ടിട്ടുണ്ട്, മരിക്കുന്ന രംഗം കണ്ടിട്ടുണ്ട്, മരിച്ചതിന് ശേഷം കണ്ടിട്ടുണ്ട്. മരണം ആരാ കണ്ടിട്ടുള്ളത്? ആരും കണ്ടിട്ടില്ല, കാണാൻ പറ്റൂല. ഖബർ ആരാ കണ്ടിട്ടുള്ളത്? നമ്മളിൽ പലരും പറയും ഞാൻ കണ്ടിട്ടുണ്ട്, വാപ്പായ അടക്കുന്ന നേരത്ത് കണ്ടു. നമ്മൾ കണ്ടത് ചെറിയ പള്ളിക്കാട്ടിലെ ഒരു കുഴിയാണ്. ഖബർ കണ്ടിട്ടില്ല. ഖബർ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഖബറിന്റെ പേര് ഖുർആൻ പറഞ്ഞത് ഖബർ എന്നല്ല, ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ മറ, കാണാൻ പറ്റാത്തത്. നമ്മൾ കണ്ടത് പൂവച്ചൽ പള്ളിയുടെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണ്. പക്ഷെ അതല്ല ഖബർ. ഖബർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകമാണ്, മറഞ്ഞതാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള മറയാണ്. അത് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ അടക്കിയിട്ട് അങ്ങോട്ട് മാറി നിന്ന് നോക്ക്. മുൻകർ നക്കീർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ വിളിച്ച് കാണിക്കും. ഒന്ന് ഫോട്ടോസ് എടുക്ക്. നിസ്കാരമുള്ളവന് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ഒന്ന് കാണിച്ച, മദ്യപാനിയും പലിശക്കാരനും അതിനകത്തിട്ട് അടി കൊടുക്കുന്ന നിങ്ങളൊന്ന് കാണിച്ചതാ? ഇല്ല. ഖബർ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്നില്ലേ? സിറാത്ത് കണ്ടോ? ഇല്ല. സ്വർഗം കണ്ടോ? ഇല്ല. നരകം കണ്ടോ? ഇല്ല. ഇതിനൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ? അപ്പൊ നമ്മുടെ ഈമാനാണ് അത്ഭുതമെന്ന് എന്റെ വാക്കല്ല, ഒരു തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്നും നടന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞു, സഹാബ, നിങ്ങളുടെ ഈമാനിൽ അത്ഭുതമില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ട്. ഞങ്ങളുടെ ഈമാനിലും അത്ഭുതമില്ല, ഞങ്ങൾക്ക് വഹിയുണ്ട്. മലായിക്കത്തിന്റെ ഈമാനിലും അത്ഭുതമില്ല, അവർ അള്ളാന്റെ അടുക്കലാ ഉള്ളത്. പിന്നെ ആരുടെ ഈമാനിലാ? വരാനിരിക്കുന്ന ഒരു സമൂഹം. അത് നമ്മളാണ്. ഈമാൻ മുറുകെ പിടിച്ച നമ്മക്കപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ ലോകത്ത്? ഒന്നുമില്ല. ആ വില നമ്മളൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് മനസ്സിലാക്കാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇനി മദീനയിൽ ചെല്ലുമ്പോൾ ഖുബ്ബത്തുൽ ഖളറായിന്റെ ചുവട്ടിൽ ചെന്ന് റൗളാ ശരീഫിന്റെ മുന്നിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ സലാം പറയാൻ പോകുമ്പോ പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ ഉള്ളറകളിലേക്ക് വരേണ്ട ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്കെല്ലാം മംഗളം നേരുകയാ. എന്നെ കണ്ടവർക്കെല്ലാം മംഗളം. അതാരാ? സഹാബാക്കളാണ്. എന്നിട്ട് റസൂല് നിർത്തുന്നില്ല, വതൂബാ സബ്അ മറാത്തിൽ ലിമൻ ലം യറനി വആമന ബി,
അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്നെ കണ്ടിട്ടുള്ള, എന്റെ ചുണ്ടിന്റെ ചലനം കണ്ടിട്ടുള്ള, എന്റെ നടത്തം മനസ്സിലാക്കിയിട്ടുള്ള, എന്റെ കണ്ണിന്റെ ഓട്ടം കണ്ണിന്റെ ചലനവുമെല്ലാം അറിയുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് ഒരു മംഗളമാണെങ്കിൽ തൂബാ സബ്അ മർറാത്തിൽ ലിമൻ ലം യറാനി വആമന ബി. എന്നെ കാണാതെ എന്നെ കൊണ്ട് വിശ്വസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുചരന്മാർ, എന്റെ അനുയായികൾ, എന്റെ സമുദായത്തിന് 7 മംഗളം ഞാൻ നേരുകയാണ്. 7 വട്ടം ഞാൻ മംഗളം നേരുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തൂബ എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്യുകയാ. വെൽക്കം വെൽക്കം. ആരെ പറ്റിയാ? സ്വഹാബാക്കൾക്ക് ഒരു വെൽക്കം ആണെങ്കിൽ നമ്മുടെ മഹത്വം അറിയണം. ഇൻഷാ അല്ലാഹ് അവസാന ഭാഗം ഈ ഉമ്മത്തിന്റെ നാശം കൂടി ഞാൻ പറയും. അപ്പോഴേ വിഷയം ഫിറ്റാവൂ. ഈ ഉമ്മത്തിന്റെ മഹത്വം എങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഈ ഉമ്മത്തിനെ നാളെ റസൂലുള്ള തിരിച്ചറിയാനുള്ള മാർഗം എന്ത് പറയും? ഈ ഉമ്മത്തിന്റെ നാശം ഏതാണ് അതും പറയും. തിരിച്ചറിയാനുള്ള കാര്യം നമ്മൾ ഇന്നു മുതൽ ജീവിതത്തിൽ ഹയാത്താക്കണം. ഒന്ന്, നാശം ഏതാണ് അതിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കണം. അല്ലാതെ ഈ ഫലായിൽ കേട്ടോണ്ട് പോയിട്ട് കാര്യമില്ല, മഹത്വം കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. അവൻ നല്ലവനാണ്, മഹത്വം ഉള്ളവനാണ്, ഉന്നതനാണ്, ഉദാത്തനാണ്, ഉത്കൃഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് എന്ത് കിട്ടാനാ? ഉറങ്ങി എണീക്കുമ്പോൾ അതെല്ലാം പോവും. നാളെ നേരം വെളുക്കുന്നത് മുതൽ നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകാതെ, ചോർന്നു പോകാതെ ചെയ്യാൻ പറ്റിയ അമലുകൾ അത് പറയുമ്പോഴല്ലേ നമുക്കത് അമല് ചെയ്യാൻ കിട്ടൂ. അത് പറയും. ഒപ്പം ഈ ഉമ്മത്തിന് നാശം സംഭവിച്ചത് എല്ലാ സമുദായത്തിന് നാശമുണ്ട്. ഈ ഉമ്മത്തിന്റെ നാശം ഏതാ? അതും ഇൻഷാ അല്ലാഹ് അവസാനം പറയും. അള്ളാഹു മനസ്സിലാക്കാനും ജീവിതത്തിൽ അമല് ചെയ്യാനും സാധുക്കളായ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നെ കണ്ട എന്റെ സഹാബാക്കൾക്ക് ഒരു മംഗളം, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ച എന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് 7 മംഗളം. നമുക്കല്ലേ അവിടെ ഗ്രേഡ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് നാളെ ചായക്കട കയറി ഇരുന്നിട്ട് ഞാൻ അബൂബക്കറിനെക്കാളും വലിയ ആളാന്നും പറഞ്ഞ കാലമേ കാലെടുത്തൊന്നും വെക്കണ്ട. അതിന്റെ ആവശ്യമില്ല. ഈ പറയുന്നത് ദ്വയാർത്ഥം കൊണ്ട് ആരും മീനിങ് വെക്കരുത്, അർത്ഥം വെക്കരുത്. ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് അല്ലാഹു തന്ന ഈ മഹത്വം നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുക, വിനയമുള്ളവരാവും. ഈ പറയുന്നത് കേട്ടോ, മഹാനായ നബി തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ അശദ്ദിന്നാസ്, ഇന്ന മിൻ അശദ്ദി ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് ഏറ്റവും ശക്തർ ഏത് വിഷയത്തിലാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന മിൻ അശദ്ദി ഉമ്മത്തി ലീ ഹുബ്ബാ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടക്കാരായ ഏറ്റവും വലിയ മുഹിബ്ബീങ്ങൾ ആരെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർ ഏറ്റവും വലിയ സ്നേഹിതന്മാർ ആരെന്നറിയോ? പ്രേമഭാജനങ്ങൾ ആരെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, നാസുൻ യകൂനൂന ബഅദീ, അവർ എന്റെ കൂടെ ഉള്ളവരല്ല, എനിക്ക് ശേഷം വരുന്നവരാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എനിക്ക് ശേഷം അവർ വരുന്നവരാണ്. അവര് പറയുന്നത് എന്തെന്നറിയോ? അവര് ചിന്തിക്കുന്നത് എന്തെന്നറിയോ? അവരുടെ ആഗ്രഹം എന്തെന്നറിയോ? ലൗ റആനി, എന്നെ കണ്ടുമുട്ടിയെങ്കിൽ എന്റെ വാപ്പയബി അഹ്ലിഹി, എന്റെ വാപ്പ അങ്ങക്ക് സമർപ്പിക്കാൻ നബിയേ, എന്റെ വാപ്പ അങ്ങക്ക് സമർപ്പിക്കാം നബിയേ, എന്റെ ഉമ്മയെ സമർപ്പിക്കാം നബിയേ, എന്റെ മക്കളെ സമർപ്പിക്കാം നബിയേ, വമാലിഹി, എന്റെ സമ്പത്ത് മുഴുവനും അങ്ങയുടെ മുന്നിൽ ഞാൻ വെക്കാം നബിയേ എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അവര് എവരല്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്റെ മുന്നിൽ വെക്കുന്നുണ്ട് സർവ്വതും ശരിയാണ്, പക്ഷേ നിങ്ങൾ എന്നെ കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തുള്ള സകല വസ്തുക്കളും സദക്ക കൊടുത്താലും, ഉഹുദ് മല വലിപ്പത്തിന് നിങ്ങൾ സദക്ക കൊടുത്താലും, സഹാബാക്കൾ കൊടുത്ത ഈത്തപ്പന കുരുവിന്റെ അളവ് നിങ്ങൾക്ക് പ്രതിഫലം എത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അവരുടെ മൂല്യം പറഞ്ഞതാണ്. ഇത് നമ്മുടെ മൂല്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഭർത്താവിനോട് ഭാര്യ പറയുന്നത് എന്താണ്? നിങ്ങളാണ് എന്റെ ജീവിതത്തിലെ സർവ്വതും എന്ന് പറയുന്നു. മക്കൾ വരുമ്പം പറയും, മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. കെട്ടിയനോട് പറയും, നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. കൈയ്യെട്ടിയിട്ട് പറയും, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ശരി,
കെട്ടിയവനോട് പറയും ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സുഖമില്ലാത്ത ഉമ്മയെ ചായയും വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ പറയും ഉമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. മക്കളോട് പറയും മക്കളെ നിങ്ങളെ ഒന്ന് കരക്കെത്തിക്കണം, അതിനാ ഞാൻ ജീവിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഒതുവെടുത്തിട്ട് കൈ കെട്ടുമ്പോൾ പറയും ഇന്ന സ്വലാത്തി എന്റെ നിസ്കാരം, വ നുസുക്കി എന്റെ കർമ്മങ്ങൾ, വ മഹിയായ എന്തിനെന്റെ ജീവിതം, വ മമാത്തി എന്തിന് ഞാൻ അങ്ങ് മരിച്ചാൽ അതും ലില്ലാഹി ഒക്കെ നിനക്ക് പടച്ചോനെ. അപ്പൊ എങ്ങനെ ശരിയാവും? അത് ഓരോന്നിനും ഓരോന്നിന്റെ അർത്ഥം കൊടുത്ത വിഷയം തീരും. സഹാബാക്കളെ പറ്റി ഉമ്മത്തിനേക്കാൾ ഈ സമുദായത്തിനേക്കാൾ വലിയ ഉയർച്ചയുള്ള സഹാബത്തിന്റെ ധീരമായ അവർക്ക് കൊടുത്ത പ്രതിഫലങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അത് അതിന്റെ വിലയ്ക്കും അതിന്റെ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് അല്ലാഹു തന്ന പവർ എന്താണെന്നറിയോ? എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്നെ കാണാത്ത ഒരു സമൂഹമാണ്. അവരാഗ്രഹിക്കുന്നത് പടച്ചോനെ ഞാൻ എന്റെ റസൂലിനെ കണ്ടിരുന്നെങ്കിൽ വാപ്പായ ഉമ്മായ സമ്പത്തും മക്കളെ ഒക്കെ കൊണ്ടുവന്ന് നബിതങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന് അവരാഗ്രഹിക്കും. അങ്ങനെയുള്ള എന്നോട് സ്നേഹമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അത് ആരെ പറ്റിയാണ്? നമ്മളെ പറ്റിയാണ്. അപ്പുറത്ത് നിൽക്കുന്നതാരാ? സഹാബത്ത്. ഏത് സഹാബത്താ? അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്ന ഘട്ടം വന്നപ്പോൾ സഹോദരങ്ങളെ റസൂല് വഫാത്തായി എന്ന വിവരമറിയുമ്പോ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ആകാശത്തിന്റെ അധിപനായ പടച്ചവന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടുകയാ. എന്നിട്ട് ദുആരക്കുകയാണ് അല്ലാഹുമ്മ അദ്ഹിബ് ബസ്വരി ഹത്താ ലാ അറാ ബഅദ ഹബീബി അഹദാ. അല്ലാഹുമ്മ അദ്ഹിബ് ബസ്വരി, പടച്ചവനെ എൻ്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ അല്ലാ. എനിക്ക് കണ്ണിന്റെ കാഴ്ച വേണ്ട റബ്ബേ, കാഴ്ച തിരിച്ചെടുക്കണേ അല്ലാ. ഹത്താ ലാ അറാ ബഅദ ഹബീബി അഹദാ. ഹബീബില്ലാത്ത ഭൂമി എനിക്ക് കാണണ്ട, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മണ്ണ് എനിക്ക് കാണണ്ട, എന്റെ ഹബീബ് ജീവിച്ചിരിക്കാത്ത മണ്ണിൽ എനിക്ക് ആനന്ദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മരണസമയത്ത് എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചെടുക്കണേ എന്ന് ദുആരന്ന അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരല്ല, അവരുടെ സ്നേഹം തന്നെയാ. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം ഏതെന്നറിയോ? എന്നെ കാണാതിരിക്കുന്ന എനിക്ക് ശേഷം വരുന്ന ഒരു സമൂഹമാ. അവരാഗ്രഹിക്കുന്നു പടച്ചവനെ റസൂലുള്ളാഹിന്റെ കാലത്ത് ജനിച്ചിരുന്നെങ്കിൽ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ സമ്പത്തും എന്നെ തന്നെ സമർപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ, എന്നെ തന്നെ അങ്ങ് സമർപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുയായികളാ. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന്റെ രീതി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു രോഗം വന്ന് മരിക്കാൻ കിടക്കുകയാ. ആ സമയത്ത് മരണാസന്നനായ ബിലാൽ റളിയല്ലാഹു അൻഹു, കറുത്ത ബിലാൽ. സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ബിലാൽ ഇസ്ലാമിന് കറുപ്പിനോട് വെറുപ്പില്ല, ഇസ്ലാമിൽ അയിത്തമില്ല. സഹോദരങ്ങളെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു അയിത്തം നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ല. കറുത്തവനും വെളുത്തവനും ചുമന്നവനെല്ലാം ഒരുപോലെ തന്നെയാണ്, അറബിയും അനറബിയും ഒരുപോലെ തന്നെയാ. സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അടുക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തു വരികയാണ്, പൊട്ടിക്കരയുകയാ. എന്നിട്ട് അവര് നിലവിളിക്കുകയാണ്, വാ ഹുസ്നാ, എന്തൊരു ദുഃഖമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രിയതമൻ എന്നെ വിട്ടു പോവുകയാണല്ലോ, എന്റെ പ്രിയതമൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണല്ലോ. വാ ഹസനാ, എന്തൊരു ദുഃഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ നിലവിളിക്കുമ്പോ മരണാസന്നനായ കിടക്കുന്ന ബിലാൽ തങ്ങളെ വാതുറക്കുകയാ. അവിടുത്തെ നാവ് ചലിക്കുകയാ, അവിടുത്തെ ചുണ്ടുകൾ നാവിനെ സഹായിച്ചുകൊണ്ട് ശബ്ദം പുറത്തേക്ക് വരികയാ. എന്താണെന്നറിയാ ഭാര്യ ശ്രദ്ധിച്ചു. ആ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? വാ ഹസനാ, എന്തൊരു ദുഃഖമാണ് എന്ന് നിലവിളിക്കുന്ന ഭാര്യയുടെ മുന്നില് ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചതെന്തെന്നറിയോ? വാ തുർബാ,
എത്ര വലിയ സന്തോഷമാ, എന്തൊരാനന്ദമാ, എന്ത് ആഹ്ലാദമാ. ഗദൻ അൽകാ മുഹമ്മദാ, ഈ സെക്കൻഡിൽ ഞാൻ അങ്ങ് മരിച്ച എനിക്കെന്റെ മുത്തു റസൂലിനെ കാണാമല്ലോ, എനിക്കെന്റെ ഹബീബിനെ കാണാമല്ലോ. ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുമ്പോ എന്തിനാ സങ്കടപ്പെടുക, എന്തിനാ നിലവിളിക്കുക? ഇപ്പൊ ഈ സദസ്സിൽ വെച്ച്, ഈ പീഠത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങ് മരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ സെക്കൻഡ് മുതൽ അഷ്റഫുൽ ഖൽഖിനെ എനിക്ക് കാണാമല്ലോ, സിദ്ദീഖുൽ അക്ബറിനെ എനിക്ക് കാണാമല്ലോ, ഉമറുൽ ഫാറൂഖിനെ കാണാമല്ലോ, അലിയിൽ മുർത്തളയെ കാണാമല്ലോ, ഉസ്മാനുദ്ദീൻ നൂറൈനിയെ കാണാമല്ലോ. പൂവച്ചലിലുള്ള നിങ്ങളിപ്പം മരിച്ചാൽ മഹാനായ ഹൈദ്രോസ് ഉപ്പുപ്പായ നമുക്ക് കാണാമല്ലോ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുന്നോറുകളെ കാണാമല്ലോ. അതാ ബിലാൽ തങ്ങളെ നിലവിളിച്ചത്, പെണ്ണ്, എന്റെ പ്രിയപ്പെട്ടവളെ, എനിക്ക് വേദനയില്ല, എനിക്ക് സങ്കടമില്ല, എനിക്ക് ഒരിക്കലും വേദനിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഞാൻ നിന്നെയാ കാണുന്നത്. ഞാൻ അങ്ങ് മരിച്ചാ എനിക്കെന്റെ മുഹമ്മദ് നബിയെ കാണാമല്ലോ. ഇത് പറഞ്ഞിട്ട് സന്തോഷം രേഖപ്പെടുത്തിയിട്ട് കണ്ണടച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം മറുഭാഗത്ത് നിൽക്കുമ്പോ എന്റെ റസൂല് പറയുകയാ, ഇന്ന മിന്ന ശബ്ദി ഉമ്മത്തി ലീ ഹുബ്ബാ, എന്നോട് ഏറ്റവും കൂടുതൽ പ്രണയം വെച്ചതാരെന്നറിയോ? എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടെന്നറിയോ? നാസുൻ യകൂനൂന ബഅദീ, എന്റെ കാലത്തിനു ശേഷം വരുന്ന ഒരു ജനതയാ. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഖ്ലിഹി വമാലിഹി, അവരാഗ്രഹിക്കുന്നത് ഞാൻ എന്റെ മുത്തിന്റെ കാലത്തായിരുന്നെങ്കിൽ, എന്റെ റസൂലുള്ളാഹിന്റെ കാലത്തായിരുന്നെങ്കിൽ എനിക്ക് സർവ്വതും എന്റെ ഹബീബിന് സമർപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ. ആ സ്നേഹം നമുക്കാണ്. ആ സ്നേഹമുള്ളത് നമുക്കാണ്. ആലോചിച്ച് നോക്കിയേ, ഈ ഉമ്മത്തിന് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത്, ഒന്ന് അത്ഭുതകരമായ ഈമാൻ, രണ്ട് ഏറ്റവും കൂടുതൽ അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾ. നമ്മൾ ചിന്തിക്കും ഒരു നബിദിനത്തിന്റെ അന്ന് മാത്രം. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എടുക്കണം. ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ പോയതിനു ശേഷം പിന്നെ ഇവിടെ വിളമ്പിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ, റബീഉൽ അവ്വലിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ നബിയോടുള്ള സ്നേഹം? ഒരു മരക്കമ്പില് പച്ച പേപ്പർ മൈദമാവ് കുഴച്ചിട്ട് തേച്ച് പിടിച്ചിട്ട് 10 മണി വരെ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മാത്രം തീരുന്നതാണോ പ്രവാചക പ്രണയം? അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളതും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് ഉണ്ടാകണം. പക്ഷെ നമുക്കറിയാത്ത കുറെ മുഹിബ്ബീങ്ങളുണ്ട്. നമ്മൾ അറിയാത്ത കുറെ മുഹിബ്ബീങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ജീവിച്ചിരുന്ന മണ്ണാണ്. മലബാർ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മഹത്തുക്കളെ കാണാനുള്ള ഭാഗ്യം ഈ കണ്ണിന് കിട്ടിയിട്ടുണ്ട്. അത് തലേക്കെട്ടോ അല്ലെങ്കിൽ ദാടി രോമങ്ങളോ. ചരിത്രത്തിൽ കാണാം, ഫിർഔന് എഴുന്നേറ്റ് നിന്ന തള്ളവിരലിൽ ഉരസുന്ന ദാടിയായിരുന്നു. നീള ദാടിയുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. തൊപ്പി വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. തലപ്പാവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് മതത്തിന്റെ ചിഹ്നമാണോ? എന്നാ പിന്നെ മൻമോഹൻ സിംഗ് മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ? അവര് സിഖ് മത വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് തലപ്പാവ് ധരിക്കുന്നു. ഓരോ നാട്ടിലും ഓരോ സിയാൻ. ഇവിടുത്തെ പണ്ഡിതന്മാര് ജുബ്ബ, ചിലര് ഷത്ത്, ചിലര് തട്ടം, ചിലര് കെട്ട്, ചിലർക്ക് വാലുണ്ട്, ചിലർക്ക് വാലില്ല, ചിലര് ഖമീസ്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലം. ഈജിപ്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം സൂട്ടും കോട്ടുവാ. നമ്മൾ വിചാരിക്കും ഇത് ഏതോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അല്ല, നമ്പർ 1 മഹാപണ്ഡിതനായിരിക്കും. നമുക്കറിയാൻ പറ്റില്ല. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ രൂപലാവണ്യങ്ങളിലേക്കും വേഷഭൂഷാദികളിലേക്കും നോക്കിയിട്ട് ഒരാളെ മനസ്സിലാക്കരുത്, വിലയിരുത്തരുത്. അള്ളാഹുവിന്റെ ഹബീബിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്.
കുറെ ആളുകളെയൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദുൽഹിജ്ജ 30 നോമ്പ് ദുൽഹിജ്ജ 30 നോമ്പ് പിടിക്കും. അല്ല, റജബ് 30 നോമ്പ്, ശഅബാൻ 30 നോമ്പ്, റമളാൻ 30 നോമ്പ്, എന്നിട്ട് ശവ്വാലിന്റെ 6 നോമ്പ്, 96 നോമ്പ് പിടിക്കുന്ന 3 വ്യക്തികളെ കഴിഞ്ഞ റമളാനിൽ ഞാൻ കണ്ടു. 96 നോമ്പ് അവർക്ക്. റജബ് 30, ശഅബാൻ 30, റമളാൻ 30, ശവ്വാൽ 6, 96 നോമ്പ്. നമ്മൾ ഈ 29 എണ്ണം പിടിക്കാൻ പെടുന്ന പാട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബലഹീനത നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റൂ. അഷ്റഫുൽ ഖൽക്കിനെ ജീവന്റെ ജീവനായി സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ 2023 ഈ സെപ്റ്റംബർ മാസം 5-ാം തീയതി ഈ രാത്രി ഈ 9:35 ആകുന്ന സമയത്തും നമ്മുടെ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അള്ളാഹു മുഹിബ്ബീങ്ങളിൽ, ആശിഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്കാണ് നേതൃത്വം, നമുക്കാണ് പദവി കൂടുതൽ. 2 കാര്യം നിങ്ങളോട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഉറങ്ങിയിരുന്നാൽ മനസ്സിലാവൂല. നമ്മളെ പറ്റിയാണ് പറയുന്നത്. നമുക്കിഷ്ടം വല്ലവനെ പറ്റിയും പറയുമ്പോഴാണ്. ആണുങ്ങൾ ആവേശത്തോടെ എങ്ങനെ ഇരുന്ന് വയല് കേൾക്കുന്നത് പെണ്ണുങ്ങൾ നരകത്തിലാണെന്ന് പ്രസംഗിക്കുമ്പോഴാണ്. ഭർത്താവിന് ഭാര്യയോടുള്ള കടമ പറയുമ്പോഴാണ് പെണ്ണുങ്ങൾ മസിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മളെ പറ്റിയാ പറയുന്നത്. നമ്മുടെ കൂടുതലും കുറവുകളൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയോ, നമ്മൾ വെറും മോശക്കാരല്ല. 1/2 മണിക്കൂർ നിങ്ങൾ എന്റെ കൂടെ വരണം. ഒരാളുടെ ശ്രദ്ധ മാറിപ്പോയി ഞാൻ ഉത്തരവാദിയല്ല. സൂറത്തുൽ ബഖറ നിങ്ങൾ എടുക്കുക. 142, 143 ആയത്തുകൾ നിങ്ങൾ ഇന്ന് ചെന്നിട്ട് നിങ്ങളൊന്ന് ഓതി നോക്കണം. എന്നിട്ട് ഈ ഞാൻ പറയുന്ന വിഷയവും കൂടി ഒന്ന് മനസ്സിലെത്തിയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മൾ ആരെന്ന് മനസ്സിലാവും. ദുനിയാവിലും ആഖിറത്തിലും ഇഹത്തിലും പരത്തിലും ഭൗതികമായും ആത്മീയമായും നമുക്ക് നേതൃത്വം ഉമ്മത്ത് മുഹമ്മദിനാണ് എന്ന് വരുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഈ 2 ആയത്തുകളിലുണ്ട്. ബഖറ 142, 143. 142 അള്ളാഹു പറയുന്നത് ഭൗതിക ലോകത്ത് അള്ളാഹു നമുക്ക് തന്ന പവർ. 143 പറയുന്നത് ആഖിറത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന പവർ. ഭൂമിയിൽ എന്താ പവർ എന്നറിയോ? കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ട് 17 മാസക്കാലം തിരിഞ്ഞു നിസ്കരിച്ചത് എവിടെയാ? നമ്മുടെ പരിശുദ്ധമായ ഒന്നാം ഖിബിലയായ മസ്ജിദുൽ അഖ്സ എന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് 17 മാസക്കാലം തിരിഞ്ഞു നമസ്കരിച്ചത്. അവസാനം അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, നബിയെ അവിടെ നിന്ന് നേരെ തിരിക്കുക. അതൊരു നമസ്കാരത്തിലായിരുന്നു. എപ്പോഴാണെന്നറിയോ? അള്ളാന്റെ ഹബീബ് റുകൂഇൽ കിടക്കുമ്പോൾ മനസ്സിനകത്തൊരു ചിന്ത വന്നു, റബ്ബേ കഅബയിലേക്കാണ് ഖിബിലയെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ചിന്തിച്ചപ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ നിങ്ങൾ ഇനി തിരിയേണ്ടത് അതേ നിസ്കാരത്തിലെ മറ്റൊരു ഖിബിലയിലേക്കാ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിയൂ റസൂലേ. 17 മാസക്കാലമായി മക്ക വിട്ട് വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, എന്നാ ജന്മനാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നിൽക്കൂ നബിയേ, അവിടേക്ക് നിങ്ങളെ മുഖം തിരിക്കൂ റസൂലേ. സഹോദരങ്ങളെ, ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഖിബിലത്തൈനി. മദീനയിൽ ചെന്നാലും മസ്ജിദുൽ ഖിബിലത്തൈനി കാണാതെ വരൂലല്ലോ. ആ പള്ളിക്ക് 2 മെഹ്റാബുണ്ട്. ആ പള്ളിക്ക് 2 മെഹ്റാബാണ്. വികസനം വന്നപ്പോഴും ആ മെഹ്റാബിൽ അവര് മാറ്റം വരുത്തിയില്ല. മനസ്സിലാകാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു മെഹ്റാബിന്റെ കോലം വരച്ച് വെച്ചിരിക്കുകയാ. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഖിബിലത്തൈനി എന്ന, അതിനൊപ്പം 2 ഖിബിലയുള്ള പള്ളി എന്ന. അങ്ങനെ റസൂലുള്ള ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 17 മാസക്കാലത്തിന് ശേഷം ഇതാ ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികളുടെ രേഖയായ മാർഗം
പവിത്രമായ കഅബാലയത്തിലേക്ക് അങ്ങ് തിരിയുകയാ. ആ സമയത്ത് ജൂതന്മാര് കൊണ്ടളകി. ജൂതന്മാര് പറഞ്ഞെന്തെന്നറിയോ? മഹാനായ മുആദ് ഇബ്നു ജബൽ തങ്ങളെ വിളിച്ചിട്ടൊരു ജൂതൻ പറയുകയാണ്, ഡോ മുആദേ, മാ തറക മുഹമ്മദുൻ ഖിബ്ലതനാ ഇല്ലാ ഹസദാ വ ഇന്ന ഖിബ്ലതനാ ഖിബ്ലത്തുൽ അംബിയാ. സഹോദരങ്ങളെ, ജൂതനായ ഒരു മനുഷ്യൻ മുആദ് ഇബ്നു ജബലിനെ വിളിച്ചിട്ട് പറയുകയാണ്, മുഹമ്മദ് നമ്മുടെ ഖിബ്ലയെ മാറ്റിയത് അസൂയ കൊണ്ടാണ്. അവന് വല്ലാത്ത അസൂയാണ്, അതുകൊണ്ടാണല്ലോ ഖിബ്ല മാറിയത്. എന്നാ ഞങ്ങളുടെ ഖിബ്ല ഏതാണെന്നറിയോടാ? ഖിബ്ലത്തുൽ അംബിയാ. നാളിത് വരെയുള്ള മുഴുവൻ അംബിയാക്കളുടെ കേന്ദ്ര ബിന്ദു മസ്ജിദുൽ അഖ്സയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനിക്കാം, ബൈത്തുൽ മുഖദ്ദസാണ്. എന്നാ നിന്റെ മുഹമ്മദ് തിരിഞ്ഞത് കഅബയിലേക്കാ. അത് ദേശക്കൂറ, അത് ജന്മനാടിനോടുള്ള താല്പര്യമാ. അതിന്റെ പേരാണ് ഹസദ്. അതുകൊണ്ട് അസൂയ കൊണ്ടാ തിരിഞ്ഞതെന്ന് പറയുമ്പോ ഇതാ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 142-ാമത്തെ ആയത്തിറങ്ങുകയാ. എന്താണെന്നറിയോ അല്ല പറഞ്ഞത്? സയഖൂലു സുഫഹാഉ മിനന്നാസ് ما ولاهم من قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. അല്ലാഹു പറയുകയാണ്, സയഖൂലു സുഫഹാ, പൊട്ടന്മാർ വിഡ്ഢികൾ പറയുകയാ. അവർ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? മാ വല്ലാഹും മൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. നാളെ വരെ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച ഖിബ്ലയെ പറ്റിയിട്ട് അതിന്റെ മാറ്റത്തെ പറ്റി ജനങ്ങൾ ചോദിക്കുകയാ. അല്ലാഹു അവിടെ മാത്രമാണോ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാ. എന്നാ ധൈര്യമായി പറയൂ നബിയേ, ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. പറയൂ നബിയേ, അല്ലാഹുവിനാണ് മശ്രിഖും മഗ്രിബും കിഴക്കും പടിഞ്ഞാറും എല്ലാ പ്രഭാതവും പ്രദോഷവും എല്ലാ അസ്തമയവും ഉദയവും പടച്ചവന് മാത്രമുള്ളതാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക് നബിയേ. നിങ്ങൾ കൈ കഴുകി മാറിയേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം അവനെയൊക്കെ. ആര് എന്ത് വന്ന് ചോദിച്ചാൽ വരുന്നവരെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു ആദ്യം തന്നെ പറഞ്ഞു, വരുന്നവര് ബുദ്ധിമാന്മാരൊന്നുമല്ല, വരുന്നവര് വിവരമുള്ളവന്മാരൊന്നുമല്ല, വരുന്നവർക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത പേര് സുഫഹാക്കളെന്നാ. സയഖൂലു സുഫഹാഉ, പമ്പര വിഡ്ഢികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഖിബില മാറ്റത്തെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരോട് പറയേണ്ടത് ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു, കിഴക്കും പടിഞ്ഞാറും ഒക്കെ അല്ലാഹുള്ളതാന്ന് പറഞ്ഞിട്ട് നബി അങ്ങ് പൊയ്ക്കോ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അല്ല പറഞ്ഞു, യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ പാതയിലേക്ക് വിവരമുള്ളവനെല്ലാതെ ഞാൻ വഴി തെളിക്കൂല, നല്ലവരെ മാത്രമേ ഞാൻ അതിലേക്ക് കൊണ്ടുവരൂ നബിയേ. സഹോദരങ്ങളെ, ഇതിന് പറയുന്ന പേര് ഖിബില മാറ്റമെന്നാണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്നറിയോ? 142-ാമത്തെ ആയത്ത് നിങ്ങൾ മറക്കരുത്. അത് ആ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യണം നിങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ ഈ മാറ്റത്തെ പറ്റിയിട്ട് വിശദീകരിച്ചത് എന്തിനെന്നറിയോ സഹോദരാ? ഈ ഭൂമിയുടെ ആധിപത്യം ബനൂ ഇസ്രായേലികളിൽ നിന്ന് ഉമ്മത്ത് മുഹമ്മദിനെ അല്ലാഹ് ഏൽപ്പിച്ചതാ. ഈ ഇസ്രായേലികളിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന്, അഹ്ലു കിതാബികളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മത്തിനു വേണ്ടിയിട്ട് ഏതുമ്മത്താ സമുദായത്തിന്റെ പേര് പറഞ്ഞിട്ട് കൊടുത്തിട്ടും നടക്കുന്നവരുണ്ടല്ലോ. കണ്ടാലും മിണ്ടാതെ കൊടിയുടെയും ഭരണത്തിന്റെയും വർഗത്തിന്റെയും നിറത്തിന്റെയും ഭാഷയുടെയും പേരിൽ മാറി നിൽക്കുന്നവരുണ്ടല്ലോ. സംഘടനാ സങ്കുചിതവാദികളുണ്ടല്ലോ. രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നവന്മാരുണ്ടല്ലോ. അവരോട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം എന്താ? നിങ്ങൾക്ക് അല്ലാഹു തആല ആധിപത്യം തന്നിരിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്നാണ്? ഇസ്രായേലികളുടെ കയ്യിൽ നിന്ന്. ഈ ഖിബില മാറ്റത്തിലൂടെ ആധിപത്യം നിങ്ങൾക്ക് ഞാൻ അങ്ങ് തന്നിരിക്കുകയാണ്. ഭൂമിയിൽ നമുക്ക് അല്ലാഹു തന്ന പദവി, നേതൃത്വം, നമ്മളാണ് ഇവിടത്തെ ആധിപത്യം. മക്കയിലേക്ക് അല്ലാഹു തആല അവന്റെ പ്രവാചകനെ തിരിച്ചു. നിങ്ങൾക്കറിയോ, ആ നിസ്കാരത്തിൽ പങ്കാളികളായ അവര് റസൂലുള്ളാഹി തങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് അവര് തിരിഞ്ഞു എന്ന് പറയാം. ഒരു നിസ്കാരത്തിലാണ്.
ഒന്നാം സഫുകാർ എത്ര സഫുകാരായി? പുറകിലെ സഫുകാരായി. പുറകിലെ സഫുകാർ ഒന്നാം സഫുകാരായി. ഇവിടത്തെ നിസ്കാരം കഴിഞ്ഞ് മസ്ജിദുൽ ഖിബ്ലത്തൈനിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ തൊട്ടപ്പുറത്ത് ഏതോ ഒരു പള്ളിയിൽ നിസ്കാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അവരറിഞ്ഞില്ലല്ലോ, മഗ്‌രിബ് മുതലല്ലേ നിയമം നടപ്പിലാക്കാൻ പറ്റൂ. പക്ഷേ ഈ പോയ ആളുകള് പള്ളിയുടെ പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, അറിയണേ ഖിബിലയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാ, ഇനി നമ്മൾ കഅബയിലേക്കാ തിരിയേണ്ടതെന്ന് പറഞ്ഞപ്പോ ആ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഈ പറഞ്ഞവൻ ഏവനാണെന്ന് പോലും തിരിഞ്ഞു നോക്കാതെ നേരെ കഅബയിലേക്ക് തിരിഞ്ഞു.